ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെ റോഡിൽ ഏഴിനമുല്ല പൂ പൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേക സ്മെല്ലായിട്ട് ഇങ്ങനെ മൂക്കിലടിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എത്രയും ദിവസം പൂക്കുന്നതിനെക്കാട്ടി ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇത് പൂത്ത് വയ്ക്കുന്നതാണെന്ന് വെച്ചാൽ ആ ഒരു ചെടി ഫുള്ളായിട്ട് ഇങ്ങനെ പൂത്തിപ്പോണ്ട്. പിന്നെ കൂടെ നമ്മുടെ ഈ കൊന്ന ചെടി ഉണ്ടല്ലോ, വേലിക്കൊന്നയുടെ പൂവും കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് ഒരു 6:30 ആയപ്പോൾ എടുത്തതാണ് കേട്ടോ, തലേ ദിവസം. ഇന്നലെ ഒരു 6 മണിയൊക്കെ 6:30 കഴിഞ്ഞപ്പോൾ എടുത്തതാണ്. അപ്പോൾ അധികം ക്ലിയർ കാണത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു പിറ്റേന്ന് രാവിലെയും കൂടെ ഒരു വീഡിയോ എടുത്ത് അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ ഇതുപോലെയൊക്കെയുള്ള ചെടിയൊക്കെ വെച്ച് കളിച്ചിട്ടില്ലേ എന്ന് വെച്ചാൽ കഞ്ഞിയും കറിയും കളിക്കുന്ന സമയത്ത് തലയിൽ പൂവായിട്ട് വയ്ക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാ പൈസ ആയിട്ടൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത് രാവിലത്തെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വന്നൊരു വീഡിയോ എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ ചില പൂവിൻ്റെയൊക്കെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഉച്ചയൊക്കെ ആകുമ്പോൾ ഒരു റെഡ് കളറാവും. ഇപ്പോൾ അധികം റെഡ് കളർ ആയിട്ടില്ല. അപ്പോൾ ഒരു ചെറിയൊരു റോസ് കളർ, ആ ഒരു കളറായി നിൽക്കുകയാണ്. പിന്നെ വെള്ള കളറും ഉണ്ട്. അപ്പം പല കളറിൽ പൂക്കുന്ന പൂവായതുകൊണ്ടാണ് ഇതിനെ ഏഴിനമുല്ല എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നൈറ്റ് അങ്ങനെ എന്തോ ഒരു പേരുണ്ട്. അത് താഴത്തെ അങ്കിളാണ് പറഞ്ഞതെന്ന് എനിക്ക് ഇത്ര നാളായിട്ട് അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ ഏഴിനമുല്ല എന്നൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയണമെന്ന് എനിക്കത് അറിയത്തുള്ളായിരുന്നു. പക്ഷേ സൂപ്പർ ചെടിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു നടാനൊക്കെ നല്ലതാണ്. പക്ഷേ ഭയങ്കരമായിട്ട് കാട് കയറും. ഇത് നമ്മുടെ ഒരു നട്ടിട്ടിങ്ങനെ വേലി എന്നുവെച്ചാൽ വളച്ചിങ്ങനെ മോഡലിനൊക്കെ നട്ടാൽ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ പോകാൻ. ചില വീട്ടിലൊക്കെ ഇതുപോലെ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ചിലവരിങ്ങനെ നമ്മുടെ ഈ മതിലൊക്കെ ഇങ്ങനെ കടത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൂത്തിക്കണ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കാടും ആവും. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഇത് വീട്ടിൻ്റെ അകത്തൊക്കെ നടാതെ ഇങ്ങനെ കാട്ടിലൊക്കെ ഇങ്ങനെ പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള